വലിയ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. വിലാപത്തോടെ കടന്നു വന്ന ജനം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ വചനം പറയുന്നത്, അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കരഞ്ഞ് നിലവിളിച്ചു വന്ന ജനം ഇപ്പോൾ എന്ത് ചെയ്യുക? കർത്താവിനെ സ്തുതിക്കുക. കാരണം അവരുടെ കൺമുമ്പിൽ ഇതാ മരിച്ച മകൻ ജീവനോടെ നിൽക്കുകയാണ്. അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. അടുത്ത വചനം പറയുന്നു, ആരോ വിളിച്ചു പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ആരോ വിളിച്ചു പറഞ്ഞു എന്നാ ഇവിടെ എഴുതിയിരിക്കുന്നു. ആരോ വിളിച്ചു പറയുക, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുക. ഇത് പ്രവാചകനല്ല, ഇത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നത്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന വേളകള്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടിയുടെ നിമിഷങ്ങൾ, പരാജയത്തിൻ്റെ വേളകൾ, കണ്ണുനീരിൻ്റെ കാലങ്ങൾ, എല്ലാവരും ഒറ്റപ്പെടുത്തി ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകുന്ന സമയമായിരിക്കുന്നു. ഇവിടെ ഈ അമ്മയുടെ സഹനം മൂർധന്യത്തിലെത്തിരിക്കുക. ജീവിത പങ്കാളി എന്നോ മരിച്ചുപോയി, പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയി. ആ അമ്മയുടെ സഹനത്തിൻ്റെ പരകോടിയിലെത്തി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അമ്മയുടെ ജീവിതം വീണ്ടും പൂത്തു തളർക്കുകയാ. നഷ്ടപ്പെട്ട മകനെ അങ്ങോട്ട് കൊടുക്കുകയാ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഉറപ്പാണെന്നേ, ഈ സമൂഹത്തിൽ സഹിക്കുന്നവരും നൊമ്പരപ്പെടുന്നവരുമുണ്ടോ? ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുക. ദൈവം നിന്റെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടാൻ പോകുക. സഹിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉടനെ സംഭവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്, സഹിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിക്കാൻ പോകുക. അതിൻ്റെ കാരണം യേശു നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 8 വചനങ്ങൾ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, സ്നേഹം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണ് ക്രിസ്തു. സ്നേഹം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു സമം സ്നേഹം, സ്നേഹം സമം യേശു. ഹല്ലേലൂയ. യേശു സമം ദൈവം. ദൈവം സ്നേഹമായി ഈ ഭൂമിയിൽ വന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിൽ അല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നമുക്കായിട്ട് നൽകി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം.
ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി നൽകി എന്നതിലാണ് സ്നേഹം. ഏകജാതനായ യേശുക്രിസ്തുവിനെ നമുക്ക് പിതാവ് ദാനമായിട്ട് നൽകി. അതിനാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. വചനം പറയുന്നു, റോമാലേഖനം 8:32, 31 കൂടി ഞാൻ വായിക്കുന്നു. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി സ്വപുത്രനെ ഏൽപ്പിച്ചു തന്നവൻ. അടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ചു. അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. അക്കൂട്ടത്തിൽ ബോണസായിട്ട് എന്താ തന്നറിയാവോ? സമസ്തവും അവൻ മൂലം ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുക. ഹല്ലേലൂയ. ആ വചനം അങ്ങനെ പറയുന്നത്, അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നമ്മുടെ ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ജോലി, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സമസ്തവും ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുക. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും സ്തോത്രകാഴ്ചയിട്ട് നേടിയെടുത്തുവെന്ന് ആരും വീമ്പടിക്കേണ്ട. ദൈവം സമസ്തവും ദാനമായിട്ട് നമുക്ക് നൽകുന്നതാണ്. അനുഗ്രഹം, രോഗശാന്തി, വിടുതൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ്. അനുഗ്രഹ സൗജന്യമാണ്. നിങ്ങൾ സ്തോത്രകാഴ്ച ഇട്ടാലും ഇട്ടില്ലെങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടും മിടുക്കൊണ്ടുമൊന്നുമല്ല ഇതൊക്കെ കർത്താവ് തരുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ മക്കളായതുകൊണ്ട് അവൻ നമ്മൾ ചോദിക്കുമ്പോൾ, കരയുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ തരികയാണ്. ഹല്ലേലൂയ. സമസ്തവും തൻ്റെ ഏകജാതൻ മൂലം നമുക്ക് ദാനമായിട്ട് നൽകുകയാ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാ. നമ്മുടെ ഈ ചെറിയ ജീവിതം ദൈവത്തിൻ്റെ ദാനമാ. ഹല്ലേലൂയ. യേശുക്രിസ്തു വഴി സകല അനുഗ്രഹങ്ങളും സകല നന്മകളും നമുക്ക് ദൈവം നിരന്തരമായിട്ട് തന്നുകൊണ്ടിരിക്കുക. ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറയുന്നു എന്നാണ് വചനം പറയുന്നത്. അടുത്ത വചനം, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനുമായ യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി യേശു പിതാവിൻ്റെ അടുക്കൽ മാധ്യസ്ഥം വഹിക്കുക. മാനവരാശിക്ക് മുഴുവൻ വേണ്ടി പിതാവിൻ്റെ അടുക്കൽ യേശുക്രിസ്തു ഇന്നും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ, ആ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം നമ്മൾ ഏറ്റുവാങ്ങിയാൽ പിന്നെ യേശുവിനെ വിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. 2015 ഓഗസ്റ്റ് മാസം 14 പാകിസ്ഥാനിൽ നടന്ന ഒരു സംഭവമാണ്. ആകാശ് ബഷീർ എന്നു പേരുള്ള 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾക്കറിയാം, അവിടെ ക്രിസ്ത്യാനികൾ പീഡ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ നൈജീരിയ, ഇറാൻ, ഇറാഖ്, അനേക രാജ്യങ്ങളിൽ, സിറിയ ഒക്കെ ക്രൈസ്തവ പീഡനം അതിക്രൂരമായിട്ട് നടക്കുന്നു. മനുഷ്യരെ കൊല്ലുക ക്രിസ്ത്യാനികളെ. അടുത്ത നാളിലാണ് നൈജീരിയയിലെ ഒരു ഗ്രാമത്തിലേക്ക് ഭീകരർ അവർ കടന്നു നിന്നിട്ട് ഒരു ഗ്രാമത്തിലെ പുരുഷന്മാരെ മുഴങ്ങുന്നു. എന്നിട്ട് സ്ത്രീകളെയും പെൺകുട്ടികളെയും അവർ പിടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. അതുപോലെ ലോകത്തെമ്പാടും ക്രൈസ്തവര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എത്ര പീഡനമേറ്റാലും മരിക്കേണ്ടി വന്നാലും ഒറ്റ ക്രിസ്ത്യാനി പോലും യേശുവിനെ തള്ളി പറയുന്നില്ല. അവർ മരിക്കേണ്ടി വന്നാലും യേശുവിന് മരിക്കാൻ റെഡിയാ. പാകിസ്ഥാനിൽ നടന്ന ഈ സംഭവം ഞാൻ പങ്കുവയ്ക്കാം. ആകാശ് ബഷീർ എന്ന ചെറുപ്പക്കാരൻ ലാഹോറിലെ സെന്റ് ജോൺസ് ദേവാലയത്തിൽ ഒരു ഞായറാഴ്ച രാവിലെ ഓഗസ്റ്റ് 14 2015 രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരനാണ്. അപ്പൻ, അമ്മ, സഹോദരിമാരുണ്ട്, കൂലിപ്പണിക്കാരാണ്. രാവിലെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വന്ന് അവൻ വലിയ മരിയ ഭക്തനായിരുന്നു, ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു, നല്ല വിശ്വാസിയായിരുന്നു, സഭയോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട് അവന് ദേവാലയത്തിൻ്റെ പുറകുഭാഗത്ത് നിന്നിങ്ങനെ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുക. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതിന് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിനൊരു 2000-ഓളം പേരുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ദേവാലയ മുറ്റത്തേക്ക് ഒരു വാഹനം ചീറിപ്പാഞ്ഞു വന്ന് നിന്നു. ഈ ആകാശ് ബഷീർ അത് ശ്രദ്ധിച്ചു. ആ വാഹനത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ ധരിച്ച് കെട്ടിയിട്ട് വേഗം വണ്ടിയിൽ നിന്നിറങ്ങി വേഗം പള്ളിക്കകത്തേക്ക് ഓടിക്കയറാൻ തുടങ്ങിയ. ആകാശ് ബഷീറിന് സംശയം തോന്നിയിട്ട് ഒറ്റ ഓട്ടത്തിൽ നിന്ന് അവനെ വട്ടം പിടിച്ചു. മൽപ്പിടുത്തമായി. അവൻ ഒരു മനുഷ്യ ചാവേറായിരുന്നു. ആ ഞായറാഴ്ച രാവിലെ ലാഹോർ സെന്റ് ജോൺസ് ദേവാലയത്തിൽ ബോംബ് പൊട്ടിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, ഭീകരനായിരുന്നു. മൽപ്പിടുത്തമായി. ആകാശ് ബഷീർ പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിടത്തില്ല. ആ മൽപ്പിടുത്തത്തിൻ്റെ അവസാനം ആ ഭീകരൻ ആകാശ് ബഷീറിനെ വട്ടം പിടിച്ചിട്ട് ബോംബ് പൊട്ടിക്കുക. ആ ദേവാലയ മുറ്റത്ത് ആ ഭീകരനും ആകാശ് ബഷീറും മാംസ കഷണങ്ങളായിട്ട് ചെതറി വീണു. 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ ദേവാലയത്തിൽ പ്രഭാതത്തിൽ ബലിയർപ്പിക്കുന്ന ആ ഒരു ജനസമൂഹത്തെ പ്രതി ആകാശ് ബഷീർ എന്ന ചെറുപ്പക്കാരൻ ബലിയായിട്ട് തീരുകയാ. അവൻ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുകയാ. ഇവിടെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? പീഡനമോ? ഇവിടെ പറയുന്നൊരു വാക്കാണ് പീഡനമോ, പട്ടിണിയോ, ആപത്തോ, ക്ലേശമോ, നഗ്നതയോ, വാളോ, എന്തുമാവട്ടെ. ആകാശ് ബഷീർ മാംസ കഷണമായിട്ടു ചെതറി. ഹല്ലേലൂയ. 2022 ജനുവരി മാസം 31 2022 ജനുവരി മാസം 31 ഫ്രാൻസിസ് മാർപ്പാപ്പ ആകാശ് ബഷീർ എന്ന ചെറുപ്പക്കാരനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിലെ ആദ്യത്തെ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ.
20 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആയിരങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയാ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ആപത്തോ, പട്ടിണിയോ, പീഡനമോ, വാളോ, ആരെന്നെ വേർപെടുത്തും? അവന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. 2 ആഴ്ച മുമ്പ് 2-3 ആഴ്ച ഷെക്കിന ചാനലിൽ നിങ്ങൾ വാർത്ത കണ്ടിട്ടുള്ളവർക്കറിയാം, ആകാശ് ബഷീറിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ ജീവൻ കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പീഡനം വന്നാലും, ക്ലേശം വന്നാലും, പട്ടിണി വന്നാലും, ആപത്ത് വന്നാലും, നാട്ടുകാർ കല്ലെറിഞ്ഞാലും, വീട്ടുകാർ തള്ളിപ്പറഞ്ഞാലും, അവന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇതുപോലെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണമെന്നേ. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.